ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മാമാങ്കത്തെ പറ്റിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാമാങ്കത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന ചില സംഗതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാലാകാലങ്ങളിൽ നിളയുടെ മണൽപ്പരപ്പിൽ ഒരു മാസത്തോളം നീണ്ടു നിന്നിരുന്ന കലാ സാംസ്കാരിക പരിപാടിയും വ്യാവസായിക അളയുമായിട്ടാണ് മാമാങ്കത്തെ കണ്ടിരുന്നത്. ചരിത്രാതീത കാലത്തിനു മുൻപ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ നടന്നു വന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം. തിരൂർ, തിരുനാവായ, കുറ്റിപ്പുറം എന്നീ റെയിൽവേ സ്റ്റേഷനുകളുള്ള ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വിശേഷത എന്നത് ഭാരതപ്പുഴയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് തിരുനാവായ. കർക്കിടകവാവ് ദിവസം ധാരാളം ജനങ്ങൾ ബലിയർപ്പണത്തിനായി വരുന്നതും ഇവിടെയാണ്. കുറ്റിപ്പുറത്തെ ആദവനാട്ടിലെ ആഴ്വാഞ്ചേരി മണി പ്രസിദ്ധമായതാണ്. പഴയ കാലത്ത് മാമാങ്കത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന ചേര രാജാക്കന്മാർ കൊച്ചി രാജാവ്, വളുവ കോനാതിരി, കോഴിക്കോട് സാമൂതിരി എന്നിവരാണ്. വളുവ കോനാതിരിയെ ആക്രമിച്ച് സാമൂതിരി അധ്യക്ഷ സ്ഥാനം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചാവേറുകളെ ഉപയോഗിച്ച് നടത്തിയ പടപ്പൊരുതലിൻ്റെ ഭാഗമായി മാമാങ്ക നാളിൽ അനേകം ചാവേറുകൾക്ക് കൂട്ടത്തോടെ മരണം സംഭവിക്കുക പതിവായിരുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന ചാവേറുകളെ ഇന്ന് കൊടക്കൽ വിഷ്ണു ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനരികെ ആയിട്ടുള്ളതും കേരളത്തിലെ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ളതുമായ മണിക്കിണർ എന്ന കിണറിലായിരുന്നു കൂട്ടത്തോടെ ചാവറുകളുടെ മൃതദേഹം ആനയെ കൊണ്ട് ചവിട്ടി നിറച്ചിരുന്നു. മാമാങ്കം എന്ന ഉത്സവ നാളിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന രാജാവ് വാളും പിടിച്ച് എഴുന്നള്ളിയിരുന്നത് നിലപാട് തറ എന്ന പേരുള്ള സ്ഥാനത്ത് നിന്നായിരുന്നു. ഈ നിലപാട് തറയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു. അവിടെയുള്ള പ്രസിദ്ധമായ മരുന്ന് തറയെപ്പറ്റി പറയുന്നത് മാമാങ്കം എന്ന ഉത്സവത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സയ്ക്ക് മരുന്ന് സൂക്ഷിച്ചിരുന്നതാണെന്നും രാജാവുമായി ബന്ധപ്പെട്ട അപൂർവം വസ്തുക്കൾ സൂക്ഷിച്ചതാണെന്നും ഉള്ള അഭിപ്രായമുണ്ട്. 1755 ആണ് അവസാനത്തെ മാമാങ്കം തിരുനാവായിൽ നടന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഇവിടെ കാണുന്ന മണിക്കിണർ, നിലപാടുതറ, മരുന്നറ, വെന്തർക്കടവ്, പഴുക്കാമണ്ഡപം, ശ്രീനവാമുകുന്ദ ക്ഷേത്രം, ചങ്ങമ്പള്ളി കളരി, താമരക്കായൽ, പട്ടാണി ഷഹീദ് മഖാം, CSI ചർച്ച് കൊടക്കൽ, ചപ്പറങ്ങോട് ശിവക്ഷേത്രം, വൈരങ്ങോട് ഭഗവതി ക്ഷേത്രം, ചന്ദ്രക്കാവ് ക്ഷേത്രം, മേൽപ്പത്തൂർ മാർഗമണ്ഡപം എന്നിവ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.